ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് ഡെയിലി വീഡിയോ ഇല്ല കേട്ടോ. ഇന്ന് ഞാൻ വീട്ടിലായിരുന്നു. എനിക്ക് നാളെ വന്നിട്ട് എനിക്കൊരു യാത്രയുണ്ട്. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഒതുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. മെയിനായിട്ടുള്ള കാര്യം അതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സാധനം. ഹെൽത്ത് കാർഡിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഹെൽത്ത് കാർഡിൽ നിന്ന് എടുത്തത് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഞാനത് പൊട്ടിക്കാം. ഇനി എനിക്കാണെങ്കിൽ കോപ്പിറൈറ്റിൻ്റെ പെരുമഴയാണ് കേട്ടോ. ഒരു സാധനവും എനിക്ക് നല്ല രീതിക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ എൻ്റെ അളിയൻ്റെ ഒരു കല്യാണ വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഒരു കുഞ്ഞിൻ്റെ ഒരു വീഡിയോ അതിൽ വന്നായിരുന്നു കേട്ടോ. കുഞ്ഞിൻ്റെ അതായത് ഒരു പൊടി കുഞ്ഞ്, ഒരു കൈക്കുഞ്ഞ്. സംഭവം യൂട്യൂബ് പോളിസിയിലുള്ളതാണ്. സംഭവം എൻ്റെ ശ്രദ്ധ കുറവുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ എനിക്ക് ഒരു വാണിംഗ് തന്നു കേട്ടോ യൂട്യൂബ്. സംഭവം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ന്യൂഡിറ്റി കാണിച്ചെന്നും പറഞ്ഞിട്ട് സംഭവം ഒരു കൈക്കുഞ്ഞ് ഒരു പൊടി കുഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ എന്ത് കാണിക്കാനും പേടിയാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാതെയൊക്കെ ചെയ്യുന്നുണ്ട്. അതിലെന്തൊക്കെയാണ് മിസ്റ്റേക്ക് വരുന്നതെന്ന് അറിഞ്ഞൂടാ. ഒരിക്കൽ ഞാനൊരു സംഭവം, ഒരു കത്തി, ഒരു നൈഫ് ഞാൻ ഇതേപോലെ ഇതൊന്ന് ഓർഡർ ചെയ്ത് നല്ല ഭംഗിയുള്ളൊരു സാധനമായിരുന്നു. അതൊരു ഷോർട്ട് വീഡിയോ ഞാൻ എടുത്തായിരുന്നു. അതെനിക്ക് കോപ്പിറൈറ്റ് വന്നു. അതുപോലെ തന്നെ ആ വീഡിയോ ഞാൻ എല്ലാം ചെയ്ത് ഉറക്കം ഒഴിഞ്ഞെല്ലാം സെറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഭയങ്കരമായിട്ടൊരു വാണിംഗ് വന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി കേട്ടോ. സംഭവം പിന്നെ എനിക്ക് മനസ്സിലായി സംഭവം ഇതുകൊണ്ടായിരിക്കും. ഇനി വരുന്ന വീഡിയോകളിലൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറിയ സാധനങ്ങളെ കാണിക്കാനായിട്ട് പേടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാധനം എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ഇത് ബില്ലും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ വന്നിട്ടുള്ള നമ്മളെ അഡ്രസ്സും കാര്യങ്ങളും. പിന്നെ അതിൻ്റെ അകത്ത് എന്താണെന്ന് 300 ഓഫ്. ഇതിലെന്തോ ഒരു വൗച്ചറുണ്ട് കേട്ടോ. അതെന്താണെന്നുള്ള അറിയത്തില്ല. അതിനി എടുത്ത് വെച്ച് നോക്കണം. വൗച്ചറിൻ്റെ അകത്ത് ഇനി എന്താണെന്നുള്ളത് ഇത് കീറാനായിട്ട് വല്ലതും ഉണ്ട്. ഇത് അറിയുന്നവരൊന്ന് പറഞ്ഞു തരണേ. സംഭവം എനിക്ക് ഈ ഒരു സാധനം ആദ്യമായിട്ടാണ്. മുമ്പ് ഇതൊന്നും ഞാൻ പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും എനിക്കിങ്ങനെ വൗച്ചർ കിട്ടിയിട്ടില്ല. ഇതൊരു അണ്ടർവെയറാണ് കേട്ടോ. അണ്ടർവെയറും പിന്നെ ഷോർട്സും ഒക്കെയാണ് സംഭവം. എന്തോ 300 ഓഫ് കിടപ്പുണ്ട് കേട്ടോ. എന്തിനാണെന്നുള്ള അറിയത്തില്ല. അതിന് വിശദമായിട്ട് ഞാൻ നോക്കാം. അപ്പോൾ പ്രൊഡക്റ്റ് വന്നിട്ട് മസിൽ ബ്ലേസിൻ്റെ ബൾക്ക് ഗെയിനറാണ് കേട്ടോ. ബൾക്ക് ഗെയിനർ ആണ്. ഹൈ ചോക്ലേറ്റ് മസിൽ ബിൽഡർ സാധനമാണ്. സംഭവം ഞാനിത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ക്രിയാറ്റിൻ ഉൾപ്പെടെ ആയിരുന്നു. ചോക്ലേറ്റ് ഫ്ലേവറാണ്. 1 കിലോ 2.2 LB ആണ് സാധനം. ഇതാണ് സാധനം. ഫോക്കസ് ആവുന്നുണ്ടോ ക്യാമറമാൻ സുലയാണ് കേട്ടോ. ഫോക്കസ്. അപ്പോൾ ഇതാണ് സാധനം. സംഭവം പ്രോട്ടീൻ്റെ കുറവ് എനിക്ക് നല്ല രീതിക്കുണ്ട്. ഞാനിപ്പോൾ ഒരു 5 കിലോ ഞാൻ കുറച്ചായിരുന്നു കേട്ടോ. 5 കിലോ കുറച്ചു. അപ്പം എനിക്കിനി ബൾക്ക് ആവേണ്ടതായിട്ടുള്ളൊരു ആവശ്യമുണ്ട്. അത് ഞാൻ എന്തിനാണെന്നുള്ള വരും വീഡിയോയിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും. അപ്പം നാളെ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ അറിയിക്കാം, എങ്ങനെയാണ് എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്. സംഭവം വന്നിട്ട് ഇതിൻ്റെ വിശദമായ വിവരങ്ങളൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ അതിനെപ്പറ്റി ആധുനികപരമായിട്ട് എനിക്ക് സംസാരിക്കാൻ വലിയ പിടിയില്ല. സംഭവം ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് പറഞ്ഞു തരാൻ കഴിയുന്നില്ല. പക്ഷെ ഭാവിയിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും പഠിച്ചിട്ട്. ഓക്കെ. അപ്പോൾ സംഭവം ഇതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ മിക്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ മുമ്പ് പ്രോട്ടീൻ പൗഡർ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കവർ പാല് കട്ടി കവർ പാലും ഏത്തപ്പഴവും കൂടിയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ പീനട്ട്, മറ്റേ കാഷ്നട്ട്, ഇതെല്ലാം കൂടി ചേർത്താണ് ഞാനൊരു ഷേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ അൺബോക്സിങ് കഴിഞ്ഞു. നമുക്കിനി അടുത്തതിൻ്റെ ടേസ്റ്റ് ടെസ്റ്റിങ് നോക്കാം. വാ. അപ്പോൾ ഞാൻ ആദ്യം 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. 2 എടുത്തിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പഴം അരിയാം. ഓക്കെ. എൻ്റെ തൊലി കളയത്തില്ലേ? നീ പറ. തൊലി കളയും. പിന്നെ തൊലി കളയാതെ പിന്നെ ഞാൻ എന്തൊരു പശുവാ? നേരത്തെ കളയുന്നില്ല. അല്ല, അങ്ങനെ അരിയപ്പോഴേ ഒരു
ഒരു സ്പീഡ് കിട്ടൂല. ഇതാപ്പോൾ എൻ്റെ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് കളയാം. പക്ഷേ എളുപ്പം മറ്റേതാണ്, പക്ഷെ അരിയപ്പോഴൊരു സുഖം കിട്ടൂല. എളുപ്പം എനിക്ക് തോന്നുന്നു അതായിരുന്നു തോന്നുന്നല്ലേ. പക്ഷെ ഞാൻ അരിയാനുള്ള എളുപ്പം നോക്കിയതാണ് കേട്ടോ. തോന്നുന്നതേ 2 പഴം വേണോ? 2 പഴം വേണോന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ സാധാരണ 2 പഴമാണ് ഉപയോഗിക്കാറ്. അപ്പോഴിത്തിരി കൂടെ കട്ടിയാവും സംഭവം. ഓൾറെഡി ഞാൻ കട്ടി പാലാണ് ഉപയോഗിക്കുന്നത്. കവർ പാലാകുമ്പോൾ അത് സംഭവം നമുക്ക് തിളപ്പിക്കൊന്നും വേണ്ട, അത് ഓൾറെഡി സെറ്റായിട്ട് വരുന്ന പാലാണ്. അതുകൊണ്ട് നമുക്ക് കവർ പാൽ വെച്ചൊക്കെ തന്നെ കുടിക്കാം. അത് ഒരുപാട് പേർക്ക് എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും അറിഞ്ഞുകൂടാത്തവർക്ക് പറയാം, കവർ പാൽ നമുക്ക് ധൈര്യമായിട്ട് പച്ചയ്ക്ക് കുടിക്കാം, അത് വിഷയമൊന്നുമില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ ഷാർജയൊക്കെ കുടിക്കുന്ന കണ്ടിട്ടില്ലേ, ഷാർജയൊക്കെ മേടിച്ച് കുടിച്ചിട്ടില്ലേ, കവർ പാലാണ്. അപ്പം നമുക്ക് കവർ പാൽ ധൈര്യമായിട്ട് കുടിക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ 2 പഴം, ഞാൻ 2 പഴം ഉപയോഗിക്കും കേട്ടോ. സംഭവം പ്രത്യേകിച്ച് ഏത്തപ്പഴം നമുക്ക് സംഭവം നമുക്ക് ആവശ്യമുള്ളതാണ്, ശരീരത്തിന് ആവശ്യമുള്ളതാണ്, പ്രോട്ടീനാണ്. അപ്പോൾ അതുകൊണ്ട് അല്ലാതെ എനിക്ക് ഏത്തപ്പഴം എനിക്ക് ഇഷ്ടമല്ല. അല്ലാതെ ഏത്തപ്പഴം ഞാൻ കഴിക്കത്തില്ല. ഞാൻ ഇങ്ങനെ പ്രോട്ടീൻ ഷേക്കിൻ്റെ കൂടെയോ അല്ലാതെ ഷേക്ക് അടിക്കുമ്പോഴൊക്കെ ഏത്തപ്പഴം ഞാൻ അടിച്ച് കഴിക്കാറുള്ളൂ. അപ്പോൾ 2 പഴത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ പുളിപ്പ് വരും. നമ്മളെ പ്രോട്ടീൻ പൗഡറിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവർ മാറുകയും ചെയ്യും. അപ്പോഴത്തേക്ക് അത് വലിയ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. പക്ഷെ 1 പഴമാണെങ്കിലും വലിയ തിക്നെസ് ഉണ്ടാകത്തില്ല, കട്ടി ഇതാകത്തില്ല. എനിക്ക് എന്ന് പറഞ്ഞാൽ വെള്ളം പോലെ ഇരിക്കുന്നതല്ല ഇഷ്ടം. സംഭവത്തിൽ കട്ടിയായിട്ടൊക്കെ ഇരിക്കുന്നതാണ് ഇഷ്ടം. കട്ടി ഷേക്ക് അങ്ങനെ വരുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് അതെല്ലാം കണക്കാക്കിയാണ് ഞാൻ 2 ഏത്തപ്പഴം ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് മാത്രം വേണം ഉപയോഗിക്കുക, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. പച്ചവെള്ളം മാത്രമായാലും മതി. പച്ചവെള്ളം മാത്രം വെള്ളത്തിൽ ഞാൻ ആദ്യത്തെ സമയത്തൊക്കെ വെള്ളം മാത്രമാണ് ഉപയോഗിച്ചത്. വെള്ളം മാത്രം എടുത്തിട്ട് കുപ്പിക്കകത്ത് ഷേക്കർ ഉണ്ടായിരുന്നു എനിക്കൊരു പണ്ട് തുടക്ക സമയത്തൊക്കെ. അന്ന് ഷേക്കറിൽ വെച്ചിട്ട് ഷേക്ക് കുലുക്കിയായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് പാലിൻ്റെ കൂടെ അപ്പം അതിൻ്റെ ടേസ്റ്റ് മാറുകയാണ് കേട്ടോ. നമ്മുടെ എന്താണ് ഷാർജ ഷേക്കൊക്കെ മാറി നിൽക്കും സംഭവം. പ്രോട്ടീൻ പൗഡർ ഷേക്ക് കഴിക്കുന്നവർക്ക് അറിയാം, അതിനെക്കാട്ടി മാരക സാധനം വേറെ ഒന്നുമില്ല കേട്ടോ. സംഭവം കൊതി ഉണ്ടാന്ന് വെച്ചാൽ കൊതിയും ഉണ്ട്. സംഭവം ഇത് നമുക്ക് കൊതിക്ക് കഴിക്കേണ്ട സാധനമല്ല. മെയിനായിട്ട് പ്രോട്ടീൻ പൗഡർ നമുക്ക് പ്രോട്ടീൻ ശരീരത്തിന് ആവശ്യമാണ്. സംഭവം നമുക്ക് എന്താണ് ഫുഡിൽ നിന്ന് കിട്ടാത്തതാണ് നമുക്ക് പ്രോട്ടീൻ പൗഡർ വഴി നമ്മൾ എടുക്കുന്നത്. പലരുടെയും തെറ്റായ ഒരുപാട് ധാരണകളുണ്ട് കേട്ടോ പ്രോട്ടീൻ പൗഡറിനെ പറ്റി. അതിനെപ്പറ്റിയൊക്കെ പറയാൻ ഞാൻ ആളല്ല, പക്ഷേ അതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കുന്ന ഒരുപാട് ഡോക്ടർമാരും ഒരുപാട് ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിലും പല സ്ഥലങ്ങളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക. അപ്പോൾ ഇതിനെപ്പറ്റി അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ജാർ കൊണ്ടുവന്നിട്ടുണ്ട്. ജാറ് ക്ലീൻ അല്ലേ ഫിലെ? ക്ലീൻ അല്ലേ? സെറ്റായി വെച്ചിരിക്കല്ലേ? അപ്പോൾ ജാർ എടുക്കാം. ജാറിൽ നമുക്ക് വന്നിട്ട് ആദ്യം പഴം ഇട്ട് കൊടുക്കാം. ഞാൻ പൊക്കി കാണിച്ചിട്ട് ആദ്യം നമുക്ക് പഴം അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം. പഴം ഇട്ട് കൊടുത്തിട്ട് സംഭവം ഇത് എല്ലാവരും ചെയ്യുന്ന രീതി എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതേ രീതിക്കാണ് കേട്ടോ കാണിക്കുന്നത്. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത് ആയിരിക്കാം. സംഭവം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. മറ്റുള്ളവരെല്ലാവരും എനിക്ക് അറിയത്തില്ല. അപ്പോൾ രണ്ടാമത് വന്നിട്ട് കട്ടിപ്പാലാണ്. കട്ടിപ്പാലിൽ കുറച്ച് ഇതായിപ്പോയി കേട്ടോ. കട്ടിപ്പാലാണ് മേടിച്ച് വെച്ചിരുന്നത്. അപ്പോൾ എപ്പോഴും എനിക്ക് കത്തി കാണിക്കാൻ പേടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ലൂസായതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ലൂസായത് ഒഴിച്ചപ്പോൾ തന്നെ ഒരു ഇതായി. കട്ടി നമുക്ക് ഓക്കെ ഗൈസ്, കട്ടിപ്പാലിടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇത്രയും കട്ടി വേണം കേട്ടോ. ഞാൻ ഇതിൻ്റെ അര കവറാണ് ഉപയോഗിക്കുന്നത്. ബാക്കി നമുക്ക് പിന്നീട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ രീതിക്കാണ് ഞാൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ പലരും ഇതെല്ലാം ഒത്തായിരിക്കും മിക്സ് ചെയ്യുക. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്യും കേട്ടോ. ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് പ്രോട്ടീൻ പൗഡർ ഞാൻ ഇടുകയുള്ളൂ. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനമായ പ്രോട്ടീൻ പൗഡർ എടുക്കാം. നമ്മുടെ മസിൽ ബ്ലേസിൻ്റെ മാസ് ഗെയിനർ എടുക്കാം. മസിൽ ഗെയിനർ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഞാൻ തെറ്റുണ്ട്. മാസ് ഗെയിനർ അല്ല, ബൾക്ക് ഗെയിനറാണ് കേട്ടോ സംഭവം. ഇത് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇത് ഒരു പ്രൊമോഷനോ സാധനമൊന്നും അല്ല. ഇതിനു വേണ്ടി ഞാൻ പ്രൊമോഷൻ ചെയ്യുന്നൊന്നുമല്ല. സംഭവം ഞാൻ എടുത്ത ഒരു പ്രൊഡക്റ്റ് നിങ്ങളൊന്ന് കാണിച്ചിരുന്നുള്ളൂ. എനിക്ക് നമുക്ക് പ്രൊമോഷൻ ചെയ്യാനുള്ള ഓഡിയൻസ് ഒന്നും നമുക്കില്ല. മുൻപുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. സംഭവം നമുക്ക് പ്രൊമോഷൻ ചെയ്യുന്ന ടൈം ആകുമ്പോൾ നമുക്ക് പ്രൊമോഷൻ ചെയ്യാം, ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് ഒരു നാൾ ഓക്കെ. അപ്പോൾ നമുക്ക് എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഞാൻ ബഗ് ഗെയിനർ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ സാധനം. മാസ് ഗെയിനർ എടുത്തിട്ടുണ്ട് മസിൽ ബ്ലേസിൻ്റെ. മണം മുൻപൊക്കെ എടുത്ത അത്രയും പോരാ. സ്മെല്ല് അയ്യോ സ്കൂഫ് കാണുന്നില്ല. സ്കൂഫ് ഗൈസ്, സ്കൂഫ് ഗൈസ് എൻ്റെ അടിയിൽ എവിടെയാണ് ഗൈസ്. അത് പണി വന്നല്ലോ. അത് തലയും കുത്തിയിരിക്കണം. നനവോടെ ഓടി കഴിഞ്ഞാൽ അലന്ന പരിപാടിയാണ് ഈ സ്കൂഫ്. ഇതിലെ മെയിൻ സംഭവം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. ഈ സാധനത്തിൻ്റെ അകത്ത് സ്കൂഫൊക്കെ അടിയിലൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് എടുക്കാനൊക്കെ. അങ്ങനെ ഗൈസ് ഒരുവിധം പണിപ്പെട്ടി ഇതിൽ ഏറ്റവും അടിയിൽ കമന്ന് ഏറെ പിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ ഈ സാധനം. കള്ള പഹയ. അങ്ങനെ ഈ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടാം. നമുക്ക് എത്ര 2 സ്കൂഫാണ് ഇതിൽ ഇവർ പറഞ്ഞിരിക്കുന്നത്. അതിൽ നമുക്ക് ഓക്കെ 2 സ്കൂഫ്. 2 കിടപ്പ് ഒരുപാടാവൂലേ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമുക്ക് ഫ്ലേവറിന് വേണ്ടി മാത്രമായിട്ടാണെങ്കിൽ ഒന്നിട്ടാലും മതി. ഓക്കെ ഗൈസ്, അപ്പോൾ അതിട്ടിട്ട് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തിട്ടെ. ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. തെറ്റാണ്. ഞാൻ ചെറിയൊരു ഗ്ലാസ്സാണ് എടുത്തത്. സംഭവം എന്ന് വെച്ചാലേ ഞാൻ സാധാരണ ഇങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു കഴിക്കാറ്. സംഭവം ഇപ്പം നമുക്ക് എല്ലാം കാണിച്ചു തരണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഷാർജ ഷേക്ക് വെല്ലും പ്രോട്ടീൻ പൗഡർ ഷേക്ക് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ക്രിയാറ്റിൻ ഉണ്ട് കേട്ടോ. ക്രിയാറ്റിൻ്റെ ചെറിയ ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ക്രിയാറ്റിൻ ഉൾപ്പെടെയാണ് വാങ്ങിയത്. സംഭവം നമുക്ക് മാസ് ഗെയിനർ മാത്രമായിരുന്ന സമയത്ത് ടേസ്റ്റ് അല്ല, ഇതിന് ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. ബൾക്ക് ഗെയിനറിന് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് മുൻപൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്ന മസിൽ ബ്ലേസിൻ്റെ തന്നെ മാസ് ഗെയിനർ ആയിരുന്നു. പക്ഷേ അത്രയും ടേസ്റ്റ് ഇല്ല, കുറച്ച് ടേസ്റ്റ് കുറവാണ്. ക്രിയാറ്റിൻ്റെ ആ ഒരു ഇതും കൂടെ വരുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം. മറ്റേ ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്ന സാധനത്തിനൊന്നും ക്രിയാറ്റിൻ ഇല്ലായിരുന്നു. അപ്പം ഇത് ക്രിയാറ്റിൻ ഉള്ളത് കൊണ്ടായിരിക്കാം. കുഴപ്പമില്ല. എന്തായാലും ഇതിൻ്റെ റിസൾട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ബൈ.